ജീവിക്കാൻ വേണ്ടി സമരം ചെയ്യുന്ന ഈ സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ വീട്ടമ്മമാർ, ആശാ വർക്കർമാർ, അവരുടെ ആവശ്യം എന്തായിരുന്നു എന്നറിയോ? അവർക്ക് ഒരു ദിവസം മിനിമം കൂലിയായ ഒരു 700 രൂപ, അതായത് മാസം 21,000 രൂപയെങ്കിലും അവർക്ക് വേതനം കിട്ടണം. അതായിരുന്നു അവരുടെ ആവശ്യം കേട്ടോ. ഇപ്പോഴവർക്ക് കൊടുക്കുന്നത് വെറും 7,000 രൂപ. 7,000 രൂപ ഒരു മാസം കിട്ടിയാൽ നിങ്ങൾക്കറിയാലോ, ഒരാൾക്ക് പോലും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് 7,000 രൂപ കൊടുത്തിട്ട്, അല്ലെങ്കിൽ 7,000 രൂപക്ക് ഒരു കുടുംബം പുലരുന്നത് കേട്ടോ. ഈ ആശാവർക്കർമാർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം നമ്മൾ പരിഗണിക്കേണ്ട, ഒരു സർക്കാർ ഏറ്റവും ആദ്യം പരിഗണിക്കേണ്ട വിഭാഗമാണ് കേട്ടോ ആശാവർക്കർമാർ. കഴിഞ്ഞ കോവിഡ് കാലത്ത് ഒരുപക്ഷെ കേരളത്തിൽ കോവിഡിന്റെ ആ തരംഗം ഒരു പരിധിവരെ പിടിച്ചു നിർത്തിയത് ആശാവർക്കർമാരുടെ നേരിട്ടുള്ള ഇടപെടൽ കൊണ്ടായിരുന്നു കേട്ടോ. അതല്ലാതെ ശൈലജ ടീച്ചറുടെ പൊങ്ങച്ച വർത്തമാനം കൊണ്ടായിരുന്നില്ല. അവർക്കവിടെ PPE കിറ്റ് കൊള്ളയ്ക്കും, അല്ലെങ്കിൽ ഈ ഗ്ലൗസിന്റെ കൊള്ളയ്ക്കും മാസ്കിന്റെ കൊള്ളയ്ക്കും ഒക്കെ ആയിരുന്നല്ലോ അവിടെ താല്പര്യം. അത് വേറൊരു വിഷയം. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, കേരളത്തിലെ ഒരു സർക്കാർ ഏറ്റവും അടിയന്തരമായി കൈകാര്യം ചെയ്യേണ്ടിയിരുന്ന, അല്ലെങ്കിൽ കേൾക്കേണ്ടിയിരുന്ന ഒരാവശ്യമായിരുന്നു ആശാ വർക്കർമാരുടെ അവരുടെ പരിമിതമായ ആവശ്യമാണ് അല്ലെ, ഒരു മിനിമം കൂലി. ഇടത് സർക്കാർ, അല്ലെങ്കിൽ പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോ പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നു ഈ ദുർബല വിഭാഗങ്ങൾക്കൊക്കെ മിനിമം വേതനം ഉറപ്പുവരുത്തുമെന്ന്. എന്നിട്ടാണ് പിണറായി സർക്കാർ അധികാര കാലയളവ് പൂർത്തിയാക്കാൻ ഇനി ഏതാണ്ട് 5 മാസം മാത്രം ബാക്കി നിൽക്കവെയാണ് ഈ ആശാവർക്കർമാർ കഴിഞ്ഞ 257 ദിവസമായി പൊരിവെയിലത്തും കൊടും മഴയത്തുമൊക്കെ ഈ ഒരു അതിജീവന സമരം നടത്തി വരുന്നത് കേട്ടോ. അവരവസാനം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിന് മുന്നിൽ, മുഖ്യമന്ത്രി ആർഭാടപൂർവ്വം താമസിക്കുന്ന ക്ലിഫ് ഹൗസിൽ 1ാം നിലയിലേക്ക് കയറാൻ ലിഫ്റ്റ്, നീന്തൽക്കുളം പരിപാലിക്കാൻ മാസം തോറും ലക്ഷങ്ങൾ, പശുത്തൊഴുത്ത്, പശുക്കൾക്ക് സംഗീതം, പശുത്തൊഴുത്ത് പരിപാലിക്കാൻ ലക്ഷങ്ങൾ, നിർത്തിയിട്ടിരിക്കുന്ന ഹെലികോപ്റ്റർ, അതിന് കോടികൾ. ഇങ്ങനെ ധൂർത്തിന്റെ ഈ പറയുന്ന കാരണഭൂതത്തിന് ഒന്ന് പുറത്തിറങ്ങണമെങ്കിൽ 45 അകമ്പടി വാഹനങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാറ്റൺ ടാങ്ക് മാത്രമില്ല എന്ന് മാത്രമേ ഉള്ളൂ. പാറ്റൺ ടാങ്കും ഹെലികോപ്റ്ററും മാത്രമേ ഇല്ല എന്നുള്ളൂ. അതും മിക്കവാറും മൂന്നാം തവണയും